നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങൻ്റെ ദിവസം, ഞായറാഴ്ച. നമുക്ക് ഒരു സാഹിത്യ ചിന്തയിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ഭജഗോവിന്ദത്തിലെ ശ്രീ ശങ്കരാചാര്യ വിരചിതമായ ഭജഗോവിന്ദത്തിലെ ശ്ലോകങ്ങളാണ് എനിക്കറിയാവുന്ന വിധത്തിൽ ഞാനൊന്ന് വ്യാഖ്യാനിച്ച് പറയുന്നത്. അതിൽ 7 ശ്ലോകങ്ങളും കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ എട്ടാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സമയത്തും എവിടുന്നാ വന്നേ, നിൻ്റെ ഭാര്യ ആരാണ്, അവളെ എവിടുന്നാ വന്നേ, നീ ആരാണ്, നീ എവിടുന്നാ വന്നേ എന്നൊക്കെ ഒരു കൂട്ടം ചോദ്യങ്ങളുമായിട്ട് പ്രായമായ കാലത്ത് ചാരുകസരെ മുഴുകിയിരിക്കുന്ന പറയണേ. അതിനു മുമ്പ് പറഞ്ഞത് എന്താ, ബാല്യകാലത്ത് നമുക്ക് കളിച്ച് മതിയാവലില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൗമാരാകുമ്പോൾ തരുണി എന്താണ് വിചിത്രമായ തരുണി സത്ത, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആസക്തി ഉണ്ടാവുകയാണ്. അതിൽ ചിലതൊക്കെ പല പ്രണയങ്ങളിലും ചെന്നുപെടും. ചില പ്രണയങ്ങളൊക്കെ പോവണിയും വിവാഹ ജീവിതത്തിൽ വരെ എത്തും. അങ്ങനെ അങ്ങോട്ട് കുടുംബമായിട്ട് പോകും. ചിലതൊക്കെ തല്ലിപ്പൊളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴിമാറി പോകും. ഇപ്പോഴത്തെ കുട്ടികൾ പറയണ പോലെയാണെങ്കിൽ തേച്ചിട്ട് പോകും. തേപ്പും ഒക്കെ കഴിഞ്ഞ് പിടിച്ച് വന്നിട്ട്, അതല്ലെങ്കിൽ തേപ്പില്ലാത്ത വേറൊരു ബന്ധത്തിൽപ്പെട്ടായാലും കുടുംബജീവിതം, പിന്നെ കുട്ടികളായി, കുടുംബമായി, അവരുടെ വിവാഹമായി, അവരുടെ കുടുംബമായി, അങ്ങനെയൊക്കെ കഴിഞ്ഞു കൊടുക്കും. എന്തിനു പറയണു, നമുക്ക് ഈശ്വര ഭജനത്തിന് സമയമില്ല എന്നാണ് ആചാര്യസ്വാമികൾ സമർത്ഥിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് 8 ശ്ലോകങ്ങളും പറഞ്ഞു കഴിഞ്ഞു. 9ാമത്തെ ശ്ലോകമാണെന്ന് പറയുന്നത്. 9ാമത്തെ ശ്ലോകം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചോളൂ. ഈ ശ്ലോകം മറ്റ് ശ്ലോകങ്ങളേക്കാൾ ഭജഗോവിന്ദം 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 മൂഢമതേ എന്ന ശ്ലോകത്തോളം തന്നെ എന്ന് പറയാം. ഈ ശ്ലോകവും കുറച്ച് പ്രചാരമുള്ള ഒരു ശ്ലോകമാണ്. പല സ്ഥലങ്ങളിലും പറയുന്നത്, പല ആചാര്യന്മാരും പറയുന്നത്, പല പണ്ഡിതന്മാരും പറയുന്നത്, ചില പ്രസംഗങ്ങളിൽ, പ്രഭാഷണങ്ങളിൽ, ആധ്യാത്മിക പ്രഭാഷണങ്ങളിലൊക്കെ ഉദ്ധരിക്കുന്നത് ചില പ്രഭാഷകർ. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ശ്ലോകം എന്താണെന്നറിയാമോ? 9ാമത്തെ ശ്ലോകം. നിസ്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തി. എന്താ പറയുന്നത്? സത്സംഗം, സജ്ജന സംസർഗം കൊണ്ട് വിഷയവൈരാഗ്യം വരുന്നു. നല്ല ആളുകളുമായിട്ട് ആധ്യാത്മികമായി അറിവുള്ളവരാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സയൻറ്റിസ്റ്റെന്നോ ഒരു മാത്തമാറ്റിസ്റ്റെന്നോ അല്ലെങ്കിൽ ഒരു പ്രഗത്ഭനായ ഒരു ഡോക്ടറെന്നോ അങ്ങനെയുള്ള ഒരു ഉദ്ദേശം മാത്രമല്ല. ആധ്യാത്മിക ജ്ഞാനം കൊണ്ടും എല്ലാവിധത്തിലുള്ള ജ്ഞാനം കൊണ്ടും സജ്ജനങ്ങൾ ായിട്ടുള്ള നമ്മുടെ സംഘത്വം, കൂട്ടുകൂടൽ, വീഴ്ച, സ്നേഹബന്ധം, സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ നല്ല ആളുകളുമായിട്ടുള്ള സംസർഗം കൊണ്ട് നമുക്ക് നിസ്സംഗത്വം വരും. എന്താ ഈ നിസ്സംഗത്വം? നിസ്സംഗത്വം എന്ന് പറയുന്നത് ലൗകിക ജീവിതത്തോട് എന്തെന്നില്ലാത്ത ആസക്തി ഇല്ലാതെ വരുന്ന അവസ്ഥ. ജീവിക്കണം, അതിന് പണം വേണം. പണം മാത്രം പോരാ ജീവിക്കാൻ. മാത്രമല്ല, ജീവിതത്തിൽ ചില ആദർശങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. ആ ആദർശങ്ങളൊന്നും വിട്ട് കളയരുത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, പണം മുടക്കിയാണ് ഞാൻ പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് പണം ലഭിച്ചിട്ടേ ഞാൻ എൻ്റെ ജോലി ചെയ്യൂ എന്നൊരു ഡോക്ടർ ശാഠ്യം പിടിക്കാൻ പാടുമോ? അവിടെ കഴിഞ്ഞില്ലേ, സത്സംഗം കഴിഞ്ഞില്ലേ? എന്തിനാ പഠിച്ചേ? പഠിത്തത്തിനനുസരിച്ച്, വിദ്യാഭ്യാസത്തിനനുസരിച്ച് വിനയം നമുക്കുണ്ടാകണം, വിവേകം നമുക്കുണ്ടാകണം. എന്തെന്നില്ലാത്ത ധനമോഹം പാടില്ല. ശരീരത്തെ പറ്റിയിട്ട് നമ്മൾ അഹങ്കരിക്കരുത്. എനിക്ക് തന്നെ ഇപ്പം സൗന്ദര്യം, അപ്പുറത്തെ വീട്ടിലെ ജാനുവിനേക്കാളൊക്കെ ദുർഗുണം കൂടി തലമുടി എനിക്കല്ലേ, നിറത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും പിന്നിലൊന്നുമല്ല കേട്ടോ എന്നിങ്ങനെ. വിദ്യാഭ്യാസം ഒക്കെ എന്ത് വിദ്യാഭ്യാസമുണ്ട്? അതൊക്കെ ഞാനല്ലേ കൂടുതൽ പഠിച്ചേക്കണേ. ഇമാതിരി ഒരു സങ്കുചിതമായ മനസ്സോടുകൂടിയ
ചിന്തകളൊക്കെ ഒഴിവാക്കണം. അത് സജ്ജനങ്ങൾ വഴിയാണ്. സജ്ജനങ്ങളെ പരിചയപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക നമ്മുടെ അറിവുകളൊന്നുമല്ല, നമ്മുടെ സ്വഭാവം അത് ഒട്ടും തന്നെ നന്നായിട്ടില്ല, അതിലൊക്കെ എത്ര ഉയരത്തിലാണ് ഈ പറയുന്നവരൊക്കെ, അങ്ങനെ മനസ്സിലാകുക. അപ്പോൾ സത്സംഗം കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ എന്തെന്നില്ലാത്ത അതിമോഹങ്ങളും അധികമായ ആർത്തികളും ധനമോഹവും ഒക്കെ ഒരു ഇതുകൊണ്ട് വിഷയവൈരാഗ്യം വരുന്നു, അതൊക്കെ ഇല്ലാതാവുന്നു. പിന്നെ നിസ്സംഗത്വം എന്നാണ് അതിന് പറയുക. നിസ്സംഗത്വം, നിർമോഹത്വം. ഈ നിസ്സംഗത്വം, എന്തെന്നില്ലാത്ത ധനമോഹം, ലൗകിക ജീവിതത്തോടുള്ള ആർത്തി, പൊങ്ങച്ചം, അഹങ്കാരം, ഇമാതിരിയൊക്കെ സജ്ജനങ്ങൾ കാരണം നമുക്ക് ഇല്ലാണ്ടായേ. അങ്ങനെ അതൊക്കെ ഇല്ലാതെ കണ്ടാകുമ്പോൾ ഈ വിഷയവൈരാഗ്യം വന്നാലോ നമുക്ക് മോഹങ്ങളൊക്കെ ഒരു ലിമിറ്റിലാവും. മോഹങ്ങൾ തീരെ അങ്ങോട്ട് ഇല്ല എന്നല്ല പറയണേ, പക്ഷേ നമുക്ക് നേടാവുന്ന മിതമായ മോഹങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അമിത മോഹങ്ങൾ, അത്യന്തം ആർത്തിപരമായ മോഹങ്ങൾ നമുക്ക് നശിക്കുന്നു. ഇനിയോ മോഹങ്ങൾ നശിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നിർമോഹത്വേ നിശ്ചല തത്വം. ഇത്തരത്തിലുള്ള നിർമോഹങ്ങളൊക്കെ നശിച്ചു കഴിഞ്ഞാൽ നിശ്ചല ജ്ഞാനമുണ്ടാകും. എന്താണ് ഈ നിശ്ചല ജ്ഞാനം? നിശ്ചല ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരു നേട്ടമല്ല, ഇതൊന്നും നമ്മുടെ മിടുക്കല്ല. ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന അത്യുന്നതനായ മറ്റൊരു പരമമായ പരബ്രഹ്മമൂർത്തിയുണ്ട്, ഭഗവാനുണ്ട്. ഈശ്വരഹിതമനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കണേ. എൻ്റെ മിടുക്ക് കൊണ്ടല്ല ഞാൻ ഈ വിധത്തിൽ ജീവിക്കുന്നത്. എനിക്ക് ഭഗവാൻ തന്ന ഈശ്വര സത്സംഗത്തിലൂടെ ജീവിത വൈരാഗ്യം വന്ന് ഞാൻ മോഹങ്ങളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് എനിക്ക് മോഹങ്ങൾ, അമിത മോഹങ്ങളൊക്കെ ഇല്ലാതായപ്പോൾ, എൻ്റെ മോഹങ്ങളൊക്കെ നശിച്ചപ്പോൾ എനിക്ക് നിശ്ചല ജ്ഞാനം ലഭിച്ചു. അതായത് ഇതൊക്കെ വെറുതെ ക്ഷണപ്രഭ, ജീവിതം ക്ഷണപ്രഭാ ചഞ്ചലം. രാമായണത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ഇയ്യാമ്പാറ്റയുടേത് പോലെയുള്ളൂ ഈ ജീവിതവും മോഹവും ഒക്കെ. എത്ര സമയത്തേക്ക്? 3.25 നാഴിക മാത്രം ആയുസ്സുള്ളതാണ് ഇയ്യാമ്പാറ്റയുടെ ജീവിതം. അത്രയേ ഉള്ളൂ നമ്മുടെ മോഹങ്ങൾക്കും ആയുസ്. ഒട്ടും കൂടുതലുണ്ടെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ സൗഭാഗ്യങ്ങൾ അതൊന്നും സ്ഥിരങ്ങളല്ല, ഏത് സമയത്തും നഷ്ടപ്പെടാവുന്നവയാണ്. അപ്പം നിശ്ചല ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഉണ്ട് എന്ന് കരുതുന്നതിലൊന്നും നമ്മൾ അഹങ്കരിക്കാതിരിക്കുക. ഇതൊന്നും സ്ഥിരമല്ല, താൽക്കാലികമാണ്. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ള ജ്ഞാനമാണ് നിശ്ചല ജ്ഞാനം. ആ നിശ്ചല ജ്ഞാനമുണ്ടാകും. നിശ്ചല ജ്ഞാനം ഉണ്ടായാൽ ജീവൻ മുക്തിയ പിന്നെ ഫലം എന്താ? ജീവൻ മുക്തി, നമ്മുടെ ജീവൻ, നമ്മുടെ ആത്മാവ് മുക്തി കിട്ടുന്നു നമുക്കതിന്. അതായത് ജീവിതത്തിലെ എല്ലാ ബദ്ധപ്പാടുകളും ഭഗവാൻ സമർപ്പിച്ച് ഭഗവത് ഹിതമനുസരിച്ച് ഈശ്വരാധീനത്തോടുകൂടി ഭക്തിയോടുകൂടി നമ്മൾ ജീവിതം കൊണ്ടാടുന്നു, ആഘോഷിക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ സത്സംഗങ്ങളുമായിട്ട് കൂട്ടുകൂടുക, നമുക്ക് ജീവിതത്തിൽ വൈരാഗ്യമുണ്ടാവുക. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വഴക്ക് വയ്യവേലി വൈരാഗ്യം, ആ വൈരാഗ്യമല്ല. അമിത മോഹങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവിനെയാണ് വൈരാഗ്യമുണ്ടാകുന്നു. നമ്മുടെ മോഹങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. നമുക്ക് നിശ്ചല ജ്ഞാനമുണ്ടാകുന്നു. അതോടെ നമ്മുടെ ആത്മാവിനൊരിരുത്തം വരുന്നു. ജീവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന്, ദേഹത്തിൽ നിന്ന് ദേഹി വിട്ടുപോയാലും ആ ആത്മാവിന് മുക്തി ലഭിക്കുന്നു. ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടി വായിക്കാനായിട്ട്. സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്തേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തി.
അങ്ങനെ നമ്മൾ മുക്തിയിലേക്ക് എത്തുന്നു. ആചാര്യസ്വാമികൾ നമ്മളോട് ഇതിലൂടെ ആഹ്വാനം ചെയ്യുന്ന സജ്ജനങ്ങളുമായി കൂട്ടുകൂടൂ, നിങ്ങളുടെ ജീവിതം മുക്തിയിലെത്തും എന്ന ഉറപ്പ് നമുക്ക് തരികയാണ്. ഇത് 9ാമത്തെ ശ്ലോകമാണ് ഞാൻ ഇന്ന് വായിച്ചത്. ഇത് നമ്മുടെ ചാനൽ കഥകൾ അതിസാഗരം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. എൻ്റെ ചാനലിന് വേണ്ടതായ എല്ലാം നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കയ്യിലാണ് കാര്യങ്ങളൊക്കെ. കൂടുതൽ പേരോട് പറയൂ. ശങ്കരാചാര്യ വിരചിതമായ ഭജഗോവിന്ദം നമ്മുടെ മാലി ചേച്ചി യൂട്യൂബിലൂടെ പറയുന്നുണ്ട് കേട്ടോ, ഒന്ന് കേൾക്കണേ എന്നൊന്ന് പറഞ്ഞാൽ മതി നിങ്ങളുടെ സുഹൃത്തുക്കളോട്. അവർ കണ്ടോളും, സബ്സ്ക്രൈബ് ചെയ്തോളും. എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. എല്ലാവർക്കും നന്ദി.